ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടി തലൈവർ തമ്പി തലൈമൈ കുറച്ച് നീണ്ട പേരാണ്. ജീവയാണ് ഈ സിനിമേൻ്റെ അകത്ത് നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഞാൻ ഈ സിനിമയ്ക്ക് കയറാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ റിവ്യൂവേഴ്സിൻ്റെ തള്ളൽ കേട്ടിട്ട് ഞാൻ കൊണ്ടുപോയി തല വെച്ച് കൊടുത്തിട്ടുള്ള ഒരു പടമാണ്. ഭയങ്കര തള്ളലാണ്. മലയാളത്തിലെ പ്രമുഖ റിവ്യൂവേഴ്സ് എല്ലാവരും ഈ സിനിമയെ പറ്റി കയറ്റും. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു നടനാണ്, തമിഴിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഒരാളാണ് ജീവ എന്ന് പറയുന്നത്. അതുകൂടി ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഫാലിമിയുടെ സംവിധായകനൊക്കെ ആയിട്ടുള്ള നിതീഷ് സഹദേവും പിന്നെന്ത് വേണം. അപ്പോൾ നല്ലൊരു കോംബോ ആണ്. റിവ്യൂവേഴ്സൊക്കെ നല്ല അഭിപ്രായം പറയുന്നു, നല്ല കോമഡിയാണെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാനങ്ങനെ തിയേറ്ററിൽ പോയിട്ട് ടിക്കറ്റ് എടുത്ത് കണ്ട പടമാണ്. അപ്പോൾ ഞാനങ്ങനെ ചിരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യത്തെ സീനിൽ എനിക്ക് ചിരിയൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ അടുത്ത സീനിൽ വെയിറ്റ് ചെയ്യുകയാണ്. എനിക്ക് അടുത്തത് നല്ല ഒരു കോമഡി ആയിരിക്കും. അങ്ങനെ ഞാനിങ്ങനെ ഓരോ സീനിലും എനിക്ക് തോന്നുന്നു എൻ്റെ ചുറ്റുപാടുള്ള ആളുകൾ ചിരിക്കുന്നില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ തിയേറ്ററിലുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ മാത്രം കുഴപ്പമല്ല. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിങ്ങനെ സിനിമ അവസാനം വരെ ഇങ്ങനെ ഒരു കോമഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആണ്. പക്ഷേ കോമഡി എവിടെയും എനിക്ക് തോന്നുന്നില്ല ആ തിയേറ്ററിൽ ഇരുന്നിട്ടുള്ള വേറെ ആരും ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പൊതുവെ അങ്ങനെ പറയാണ്ട് അത് നിങ്ങൾ അങ്ങനെ ആ രീതിയിൽ കാണാത്തത് കൊണ്ടാണ് എന്നുള്ളത് എനിക്കങ്ങനെ തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല ഒന്നാന്തരം പണിയാണ് ഈ പടം കാണാൻ പോയിട്ട് കിട്ടിയത്. ആരും മോശക്കാരല്ല. ഫാലിമി എടുത്തിട്ടുള്ള ആ സംവിധായകൻ തന്നെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത് എന്ന് അത്ഭുതം തോന്നി. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് തിരക്കഥ തന്നെയാണെങ്കിൽ പറയാം. ഒരു സംഭവത്തിന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെ പലപ്പോഴും സിനിമ ഇങ്ങനെ വിഷമിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ഒരു സാധാരണ തമിഴ് ഗ്രാമം, ഒരു ഗ്രാമീണ സിനിമയാണിത്. അപ്പോൾ ആ ഗ്രാമത്തിൽ ഒരു ഒരു കല്യാണം നടക്കുകയാണ് ഒരു വീട്ടിൽ, മറ്റൊരു വീട്ടിൽ ഒരു മരണം നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഗ്രാമത്തിലെ പ്രധാന ഹീറോ ആയിട്ടുള്ള ജീവ വരികയാണ്. അപ്പോൾ ഒരേ സമയം തന്നെ മരണത്തിൻ്റെ പരിപാടി നടത്തണമെന്ന് ആ മരണ വീട്ടിലുള്ള ആൾ വാശി പിടിക്കുന്നു. മരണ വീട്ടിലുള്ള അയാളുടെ അച്ഛനാണ് മരിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ മറ്റേ വീട്ടിൽ അയാളുടെ മകളാണ് മരിച്ചിട്ടുള്ളത്. ആ മുഹൂർത്തത്തിൽ ഒരു 10:30 എങ്ങനെയാണ് മുഹൂർത്തം വെച്ചത്. അതേ സമയത്ത് തന്നെ കല്യാണം നടത്തണമെന്നും വാശി പിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ രാഷ്ട്രീയക്കാരനൊക്കെയാണ് ജീവ എന്ന് പറയുന്നത്. അയാൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നടത്തുന്ന കുറേ ശ്രമങ്ങളൊക്കെയാണ് ഈ സിനിമയിലെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. സംഭവമൊക്കെ ഓക്കെ, അതുവരെയൊക്കെയുള്ള ഒരു ബിൽഡപ്പ് ഒക്കെ നല്ല ഓക്കെ ആയിട്ടൊക്കെ. പിന്നീട് എന്തൊക്കെ ചെയ്തിട്ട് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതൊരു തിരക്കഥാകൃത്തിനും സംവിധായകനും ഒരു കൺഫ്യൂഷൻ ഉള്ളത് നമുക്ക് ശരിക്കും അങ്ങോട്ട് ഫീൽ ചെയ്യാണ്. സ്ക്രീനിൻ്റെ അകത്ത് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അതിൻ്റെ ഇടയിൽ ഒരു വില്ലനായിട്ടും ഒരു മറുപുറത്തുള്ള ഒരു രാഷ്ട്രീയക്കാരനെ ഒരു കറുത്ത ഷർട്ടൊക്കെ കൊണ്ടുവരുന്നു. പിന്നെ ഏതൊക്കെയോ കുറേ ഗുണ്ടകളെ കൊണ്ടുവരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ഒരു സപ്ലോയിട്ടായിട്ട് ഈ പെണ്ണിൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ്റെ കുറേ അവരുടെ കുടുംബത്തിൻ്റെയും കോമഡിയൊക്കെ കൊണ്ടുവരുന്നു. പക്ഷേ ഈ കോമഡി എന്തൊക്കെ കൊണ്ടുവന്നിട്ട് അതൊന്നും ഇങ്ങോട്ട് ഒരു വർക്കൗട്ട് ആകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നേ അല്ല. എവിടെങ്കിലും കൊണ്ടുപോയിട്ട് ഈ സിനിമ ഒന്ന് അവസാനിപ്പിക്കണ്ടേ. അപ്പോൾ പിന്നെ സംവിധായകൻ മലയാളിയൊക്കെ ഉള്ള വ്യക്തിയാണല്ലോ. കുറേ പണ്ടത്തെ പ്രിയദർശൻ്റെയും സത്യന്തിക്കാടിൻ്റെയും ഒക്കെ സിനിമകൾ കണ്ടിട്ടുള്ള നല്ല പരിചയമുള്ള വ്യക്തിയായിരിക്കും ഒരു മലയാളി എന്ന് പറയുമ്പോൾ. അപ്പോൾ അവസാനം പണ്ടൊക്കെ നമ്മൾ പ്രിയദർശൻ്റെ ഒരു സിനിമയിൽ അല്ലെങ്കിൽ പൊന്മുട്ടയുടെ താറാവ് സത്യന്തിക്കാടിൻ്റെ സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള ഒരു ക്ലൈമാക്സിലേക്ക് സിനിമേനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എത്തിക്കുകയാണ്. ആ ഒരു സംഭവം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഒരു കാശ് പോയ ഫീലിംഗ് ആണ് എനിക്ക് അവസാനം തോന്നിയത്. ഇതോടുകൂടി മലയാളത്തിലെ പ്രമുഖ റിവ്യൂവേഴ്സിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് പടം കാണാൻ പോകുന്നുള്ള പരിപാടി ഞാൻ നിർത്തി. ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടായിരിക്കും അവർക്കുണ്ടാവും. ചിലപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഐ ഡോണ്ട് നോ. എന്തൊക്കെ ആയാലും വല്ലാത്തൊരു ചതിയായിപ്പോയി. ബൈ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സിനിമ ഫീൽ ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യാം.